ഹായ് ഫ്രണ്ട്സ്, കോഴിക്കോടൻ റിക്ഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബജാജിന്റെ വലിയ വണ്ടി വരാൻ പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഒരു വിവരം പറഞ്ഞിരുന്നു. അപ്പോൾ ആ വണ്ടികൾ ഉടൻ തന്നെ നമുക്ക് നിരത്തുകളിൽ ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഇത് ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. പരമാവധി പെട്ടെന്ന് തന്നെ പറഞ്ഞ് മുഴുവൻ കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ലെങ്കിൽ പരമാവധി വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ ഇത് അവസാനിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ബജാജിന്റെ പുതിയ ഒരു ബ്രാൻഡ് മാതിരിയാണ് ഈ വാഹനം വരുന്നത് കേട്ടോ. ബജാജ് ഗോ ഗോ എന്നാണ് ഇതിന് ഉള്ള ആ പേര് കൊടുക്കുന്നത്. അപ്പം കൂടെ ബജാജ് ഉണ്ടെങ്കിലും അതിന്റെ കൂടെ ഗോ ഗോ ശ്രേണികളായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഇവിടെ കോഴിക്കോടായാലും നമ്മുടെ കേരളത്തിലായാലും ഇറങ്ങാൻ പോകുന്ന വണ്ടിന്റെ മോഡല് P7012 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ തന്നെ ആയിരിക്കും. മിക്കവാറും അതാവാനാണ് സാധ്യത. അപ്പോ ഈ വാഹനത്തിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഭയങ്കര ഫീച്ചർ തന്നെയാണ് കേട്ടോ. കാരണം ഇപ്പൊ നിലവിൽ ഉള്ള വണ്ടികളിലെ ഏറ്റവും കൂടുതൽ മൈലേജ് ആണ് കമ്പനി പറയുന്നത്. 251 കിലോമീറ്റർ ആണ് കേട്ടോ നമ്മൾക്ക് ഇതിന്റെ കമ്പനി മൈലേജ് പറയുന്നത്. അപ്പൊ നമുക്ക് റോഡുകളിലേക്ക് എത്തുമ്പോൾ എന്തായാലും 200ന്റെ മുകളിലോട്ട് എന്തായാലും ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിലവിൽ ഉള്ള വണ്ടികളിൽ ഏറ്റവും കൂടുതൽ മൈലേജ് ഉള്ള വണ്ടിയാണ് വരുന്നത്. അപ്പോൾ മറ്റു വണ്ടീന്റെ അതിന്റെ ലുക്ക് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ഇവിടെ ഓൾറെഡി സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിന്റെ 3 കളറിലൊക്കെയാണ് വണ്ടി ഉള്ളത്. അപ്പൊ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് നമ്മുടെ ആ മഞ്ഞയും കറുപ്പ് തന്നെയാണ്. കാരണം റോഡുകളിൽ എത്തുമ്പോൾ പല കസ്റ്റമേഴ്സിനും ഇലക്ട്രിക് വണ്ടി കൊണ്ടുപോകുമ്പോൾ ഒരു സംശയം ഉണ്ടാവാറുണ്ട്, പ്രൈവറ്റ് ആണോ അങ്ങനെ ഏത് വണ്ടിയാന്നുള്ള ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പോൾ ഈ വണ്ടി ആകുമ്പോൾ നമുക്ക് സാധാരണ ഡീസൽ വണ്ടിന്റെ ലുക്ക് തന്നെ ആകുമ്പോൾ ആളുകൾ കൈയാട്ടും, നമുക്ക് ട്രിപ്പുകളൊക്കെ ഉണ്ടാവും, നാട്ടുപുറത്തേക്കൊക്കെ അടിപൊളിയാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനെ 3 കളറിലാണ് വണ്ടി ഉള്ളത് കേട്ടോ. ബാറ്ററി നമുക്ക് വരുന്നത് 12.1 ആണ്. അപ്പോൾ മൈലേജ് കൂടുമ്പോൾ ഓൾറെഡി ബാറ്ററിന്റെ KW കൂടും. അതുപോലെ ഓൺ ബോർഡ് ചാർജറാണ് വരുന്നത്. മൈലേജ് ഞാൻ പറഞ്ഞു 251 ആണ്. ഗ്രേഡബിലിറ്റിയും നല്ലവണ്ണം ഉണ്ട് കേട്ടോ. 27.80 ആണ്. അപ്പോൾ അതും ഒരു അടിപൊളി കാര്യം തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബജാജിന്റെ നമ്മുടെ മുന്നത്തെ വണ്ടി 29 ആണ് ഗ്രേഡബിലിറ്റി പറഞ്ഞത്. അപ്പൊ ഇത് വലിയ മാറ്റമില്ല. അപ്പോൾ കയറ്റങ്ങളൊക്കെ കയറാനൊക്കെ അടിപൊളിയായിരിക്കും. അതുപോലെ ലഗേജ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വണ്ടി ഉടൻ തന്നെ നമ്മുടെ മാർക്കറ്റുകളിലേക്ക് എത്തുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു വലുതാണോ, XY മോഡലാണോ Z മോഡലാണോ എന്നൊക്കെ ആയിരുന്നു നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. അപ്പോൾ ഫൈനലി അതൊരു കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട്, Z ആണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഈ വരുന്ന ആഴ്ചകളിൽ തന്നെ ഈ വണ്ടി നമ്മുടെ അടുത്തുള്ള ബജാജിന്റെ ഷോറൂമുകളിൽ എത്തുന്നതാണ്. അപ്പോൾ ഈ വണ്ടിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതുപോലെ ഇത്രയും മൈലേജ് ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ഓട്ടോക്കാർക്ക് 200ൽ കൂടുതൽ മൈലേജ് ഉള്ള ഒരു ഇലക്ട്രിക് വണ്ടി വന്നാൽ കാത്തിരിക്കുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇതൊരു അനുഗ്രഹമായിരിക്കും. അപ്പോൾ ഇതിനെ പറ്റിയുള്ള കൂടുതൽ സ്പെസിഫിക്കേഷൻ വീഡിയോകളൊക്കെ നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ വണ്ടി നമുക്ക് ഇവിടെ വരുന്ന സമയത്ത് അതിന് നമുക്ക് വണ്ടി കിട്ടുകയാണെങ്കിൽ അതിന്റെ വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതാണ്. താങ്ക് യു.